ഇത് ചേട്ടന്റെ പേഴ്സണൽ ലൈഫിലും ഈ ക്രിറ്റിസിസം ഒരുപാട് വരാറുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മേ ബി അനദർ റിലേഷൻഷിപ്പ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊരു സെലിബ്രിറ്റി ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് ഭയങ്കര ഹൈപ്പായി, അയാൾ ചെയ്തത് ശരിയല്ല, കുറെ ആൾക്കാർ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വരും, കുറെ ആൾക്കാർ അതിനെ എതിർക്കാൻ വരും. ഇത്തരം കാര്യങ്ങൾ ഈ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ അല്ലാതെ പേഴ്സണൽ ലൈഫിൽ ഇത്തരം ക്രിറ്റിസിസത്തിനോട് എങ്ങനെയാണ് കാണുന്നത്? പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം, ഏത് ക്രിറ്റിസിസം ആയാലും, എൻ്റെ വീടുണ്ട്, എൻ്റെ വീടിനൊരു മതിലുണ്ട്. ഈ മതിലിന് പുറത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ വീട്ടിൽ നല്ല ബിരിയാണി ഉണ്ടാക്കി കഴിക്കും. അപ്പൊ മതിലിന് പുറത്ത്, മതിൽക്കെട്ടിന് പുറത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ ശരാശരി മലയാളി പോലെ സുഖമായിട്ട് എന്റെ വീട്ടിൽ എന്റെ ടിവിയും കണ്ട് എന്റെ ജോലി ചെയ്ത് സമാധാനമായിട്ട് അത് ഇന്റർനെറ്റിൽ എന്ത് വന്നാലും എന്റെ വീടിനകത്ത് കയറുന്ന പ്രശ്നമല്ല, എന്റെ മനസ്സിനകത്തോട്ടും കയറുന്നില്ല. ഇത് ഗോപി സുന്ദരല്ല, ഇത് കോപ്പി സുന്ദറാണ്, എല്ലാം കോപ്പിയടിയാണ്. പക്ഷെ ഞാൻ ആ ഒരു സമയത്തൊക്കെ ചേട്ടന്റെ എല്ലാം ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേജൊക്കെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്ന ചേട്ടൻ തന്നെയാണ്. കോപ്പി സുന്ദർ എന്ന് പറഞ്ഞ ആൾക്കാരിട്ട ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ അതിനുള്ള ട്രോൾ ഇറക്കുന്നതും ആക്ച്വലി ക്രിറ്റിസിസംസ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണല്ലേ? അങ്ങനെ എല്ലാ ക്രിറ്റിസിസവും ചുമ്മാ പറയല്ല, ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണ്? അത് എനിക്ക് നമുക്ക് കൂടുതൽ റീച്ച് തരുന്നു എന്നുള്ളതുകൊണ്ടാണ്. റീച്ച് തരുന്നത് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് അതൊരു ബിസിനസിന്റെ ഒരു ബേസിക് സംഭവം. ബിസിനസിന്റെ ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യം, ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുമ്പോൾ അവർ നമ്മൾ പറയുന്ന കാര്യമൊക്കെ കട്ട് ചെയ്ത് പലതരത്തിലാക്കുമ്പോൾ അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി. ചേട്ടനും ശ്രദ്ധിച്ചോട്ടോ, എന്തൊക്കെയാ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോണെന്ന് അറിയില്ല. അല്ലല്ല, അതൊക്കെ ഇപ്പൊ എന്ത് പറയുകയാണെങ്കിൽ അതിനെല്ലാം കട്ട് ചെയ്തിടും, വേറെ രീതിയിലാക്കും. അപ്പൊ ഇതിനൊക്കെ ഇടയിൽ റിയാക്ഷൻസ് ഇടും. ഇതെല്ലാം ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ അതിന്റെ മാന്യതയോടുകൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. അതെനിക്ക് ഒരിക്കലും ഇങ്ങനെ അയ്യോ മരകം ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് ദുഃഖമോ അങ്ങനെയൊന്നും വരത്തില്ല. ടു അവോയ്ഡ് ക്രിറ്റിസിസം, say nothing, do nothing and be nothing. അതെ, കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളൊന്നും അല്ലെങ്കിൽ ആരും ക്രിറ്റിസൈസ് ചെയ്യില്ല. നമ്മൾ എന്തോ ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെതായ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അതായത് ഇടുന്ന ഡ്രസ്സുകളിലൊക്കെ ഇന്നിപ്പോ ചേട്ടൻ വളരെ ഫോർമൽ ആയിട്ട് വളരെ കാഷ്വൽ വെയർ ആണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു അവാർഡ് നൈറ്റിലേക്ക് വീട്ടിലതുപോലെ പറയില്ലേ, അതേ പൂക്കളുള്ള കോട്ട. അതേ ചോദിക്കാൻ വരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് അത് മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണോ? അങ്ങനെ പണ്ടത്തെ ഒരു ഗോപിച്ചേട്ടനെ ഇപ്പോഴത്തെ ഒരു ഗോപിച്ചേട്ടനെ നമ്മൾ ആ ഒരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ് അതിന്റെ പുറകിലുള്ള ഒരു കാര്യം? ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് അത് മതി. അതിപ്പോ എന്താ പറയുക, നമ്മൾ കുറച്ച് നന്നായി ഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു,